കീപ്പ് ഓൺ ഗോയിങ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഗുഡ് സ്റ്റുഡൻസ്, അതായത് നല്ല സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും എന്നാണ് ഇന്നത്തെ നമ്മൾ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇന്ന് മോട്ടിവേഷൻ സ്പീച്ച് ആണല്ലോ, അപ്പോൾ അതിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഗുഡ് സ്റ്റുഡൻസ് എങ്ങനെയായിരിക്കും, അവിടെ പെർഫോമൻസും കാര്യങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കും. ഇപ്പം നിങ്ങൾക്ക് പലർക്കും ഉണ്ട്, ഇവരൊക്കെ എങ്ങനെ നല്ല മാർക്ക് മേടിക്കുന്നത്, എന്തൊക്കെ ചെയ്തിട്ടാണ് ഇവർ ചെയ്യുന്നത്, ടോപ്പർ ആവുന്നത് എന്നൊക്കെ പല സംശയങ്ങളും ഉണ്ടാവും. ഞാൻ പറയാന്ന് വെച്ചാൽ പല കുട്ടികളും പല രീതിയിലുള്ള സ്റ്റുഡൻസ് ആയിരിക്കും. കാരണം വെച്ചാൽ ഓരോരുത്തർ നല്ലപോലെ പഠിക്കുന്നുണ്ടാവും, ഓരോരുത്തർ പഠിക്കാൻ കുറച്ച് പുറകോട്ടായിരിക്കും, ഓരോരുത്തർ പഠിക്കും, അങ്ങനെ ഒക്കെ ആയിരിക്കും. പല കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസ് ആണുള്ളത്. അപ്പൊ നമ്മൾ ഇന്നത്തെ ടോപ്പിക് സെലക്ട് ചെയ്തിട്ടുള്ളത് ഗുഡ് സ്റ്റുഡൻസ്, അതായത് നല്ല ക്ലാസ് ടോപ്പറിനെയാണ് ഞാൻ സെലക്ട് ചെയ്തത്. വരും വീഡിയോ കോളിൽ ഞാൻ ഈ പല കാറ്റഗറിയിൽപ്പെട്ട സ്റ്റുഡൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യാം. ഇങ്ങനെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഗുഡ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ, അപ്പൊ അതെങ്ങനെയാ ബെസ്റ്റ് സ്റ്റുഡൻസ്, ഗുഡ് സ്റ്റുഡൻസ് എന്നൊക്കെ വരുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ ടീച്ചർമാരൊക്കെ ക്ലാസ്സുകളിൽ ഇതുപോലെ ക്ലാസ്സുകളൊക്കെ എടുക്കുന്നുണ്ടാവും. സോ അപ്പൊ അവര് കേൾക്കും ക്ലാസ്സുകളൊക്കെ എങ്ങനെയാ എടുക്കുന്നതെന്ന് വെച്ചാൽ അവരത് മനസ്സിലാക്കി ഇട്ടിരിക്കും. വെച്ചാൽ അവര് ഇപ്പൊ സ്റ്റുഡൻസിന്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ അവര് ക്ലാസ്സിൽ ഇവരിങ്ങനെ ഇരിക്കുവാണെങ്കിലും അവര് ഫുള്ള് ടീച്ചർ എന്തോ ആണോ പറയുന്നത്, എങ്ങനെയാണോ പറയുന്നത് ആ ഒരു രീതിയിൽ അവരെ മൈൻഡ്, അതായത് അവരെ മൈൻഡ് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും. അവർ വേറെ കാര്യം വരുമ്പോൾ ഡിവോട്ട് ആവാനായിട്ട് അവര് ശ്രമിക്കില്ല. ഫുൾ അവർ ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും മൈൻഡിലോട്ട് അപ്പം തന്നെ ഫീഡ് ചെയ്ത് വെക്കും. സോ അവർക്ക് ഒന്നും കൂടി പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല. കാരണം ടീച്ചർ ക്ലാസ്സിൽ തന്നെ പറയുമ്പോൾ അവർ ആ ഒരു ശ്രദ്ധ, അതായത് ക്ലാസ്സിലോട്ട് പഠിക്കുന്ന കാര്യങ്ങളൊക്കെ അവര് മൈൻഡിൽ അപ്പം തന്നെ ഫീഡാക്കി വെക്കും. സോ അതുകൊണ്ട് അവർക്കത് വലിയൊരു യൂസ്ഫുൾ ആയിരിക്കും. കാരണം വെച്ചാൽ ഇപ്പോൾ ചില കുട്ടികളെ നമ്മൾ കണ്ടിട്ടുണ്ട്, എന്നുവെച്ചാൽ ബുക്ക് തുറക്കത്തില്ല, പഠിക്കത്തില്ല, പക്ഷെ നല്ല മാർക്ക് കിട്ടും. അതെങ്ങനെയാണൊക്കെ പലർക്കും ഉള്ള ഒരു ഡൗട്ട് അല്ലേ. അപ്പോൾ അവരിങ്ങനെ ചെയ്യും. കാരണം വെച്ചാൽ വീട്ടിൽ വന്നിട്ട് ഇപ്പോൾ ചില സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ കുത്തിയിരുന്ന് കഷ്ടപ്പെട്ടൊക്കെ പഠിക്കും. അപ്പോൾ ഇവർക്ക് അതിന്റെ ആവശ്യമില്ല. കാരണം വെച്ചാൽ ഇവർ ഓൾറെഡി മെമ്മറിയിൽ ഫീഡാക്കി വെക്കുന്നുണ്ട് ടീച്ചർ പറയുന്ന ഓരോ കാര്യങ്ങളും. എന്തും ഇപ്പോൾ സോഷ്യൽ ആയിക്കോട്ടെ, സയൻസ് ആയിക്കോട്ടെ, മാത്സ് ആയിക്കോട്ടെ, ഇവൻ ലാംഗ്വേജസ് ആയിക്കോട്ടെ, എല്ലാം എന്ത് പറഞ്ഞാലും ഇപ്പോൾ ലാംഗ്വേജിൽ ഇപ്പോൾ മലയാളത്തിലൊക്കെ എന്തെങ്കിലും സ്റ്റോറീസോ കഥകളൊക്കെ പറയുമ്പോൾ അവർ ആ കഥ മൈൻഡിലോട്ട് ഫീഡാക്കി വെക്കും. അതായത് ബ്രെയിനിലോട്ട് ചെന്ന് അത് സ്റ്റോർ ചെയ്ത് വെക്കും. കാരണം വെച്ചാൽ പിന്നീട് ആ കഥയെ പറ്റിയുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ അവർക്ക് ആ കഥ റീകളക്ട് ചെയ്യാനായിട്ടും പറ്റും. അങ്ങനത്തെ ഉള്ള കേപ്പബിൾ ഉള്ള കുട്ടികളുണ്ട്. അപ്പോൾ അവർക്ക് അതുപോലെയാണ് അവർ നല്ല രീതിയിൽ മുൻകൈ ഇത് ഹാർഡ് വർക്ക് എന്നുവെച്ചാൽ അത്ര ഹാർഡ് വർക്ക് ചെയ്യാണ്ട് അവർ മുന്നോട്ട് ക്ലാസ് ടോപ്പർ ആവുന്നത്. കാരണം വെച്ചാൽ അവർക്ക് അത് ഗ്രാസ്പെറിങ് ഉണ്ട്. എന്തെങ്കിലും കാര്യം കേട്ടാൽ അപ്പൊ തന്നെ മനസ്സിലാക്കി എടുക്കാനുള്ള ഇതുണ്ട്. മൈൻഡ് ഡിവേർട്ട് ആക്കി വെക്കാത്ത രീതിയിൽ അവർക്ക് പറ്റും. അപ്പൊ അതാണ്. പിന്നെ വീട്ടിലാണെങ്കിലും അവരിപ്പോ പഠിക്കുന്ന വെച്ചാൽ എക്സാമിന്റെ തലേ ദിവസമൊക്കെ ആയിരിക്കും ഇരുന്ന് പഠിക്കുക. നാളെ എക്സാം ആണെങ്കിൽ ഇന്ന് വൈകിട്ടായിരിക്കും കുത്തിയിരുന്ന് പഠിക്കുക അവര്. അപ്പൊ അവരങ്ങനെ പഠിച്ചിട്ട് അവർ നല്ല മാർക്കൊക്കെ മേടിക്കും. കാരണം വെച്ചാൽ അവര് വളരെ മൈൻഡിൽ ഫീഡാണ്. പിന്നെ അവർ ഒന്നും കൂടി റിവൈസ് ചെയ്യാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ടീച്ചർ പറഞ്ഞത്, ഏതൊക്കെയാ ഇമ്പോർട്ടന്റ് എന്നൊക്കെ ഉള്ളത് ചോദ്യമായാലും ഇപ്പൊ ടീച്ചർമാർ പറയും ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്, ഇത് എക്സാമിന് വരും എന്നൊക്കെ ടീച്ചർമാർ പറയും. അപ്പൊ അവരൊക്കെ അതൊക്കെ ഓർത്ത് വെച്ച് ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കും, ഇത് പഠിക്കണം ടീച്ചർ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അവരതും പഠിക്കാറുണ്ട്. അപ്പോൾ പേരൻസും വീട്ടിൽ അങ്ങനെ നല്ലപോലെ കെയർ ചെയ്യും കുട്ടികളെ. എന്നുവെച്ചാൽ ഇപ്പൊ കെയർ ചെയ്യുന്ന എല്ലാവരെയും നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. നല്ലോണം പഠിക്കുന്ന സ്റ്റുഡൻസിന് നമ്മൾ കെയർ ചെയ്യേണ്ട ആവശ്യമില്ല. ബിക്കോസ് അവരെന്തായാലും പഠിച്ച് മാർക്ക് മേടിക്കും. കാരണം അവരുടെ മൈൻഡ് സെറ്റില് വേറെ ഒരു കാര്യവും ഇല്ല. പഠിക്കണം, പഠിച്ച് വലിയ ആളാവണം, അങ്ങനത്തെ ഉള്ള ചിന്ത വരുമ്പം അവർ സ്വാഭാവികമായിട്ടും നല്ലതുപോലെ പഠിക്കാനായിട്ട് ശ്രമിക്കും, ക്ലാസ് ടോപ്പർ ആയിട്ട് ശ്രമിക്കും. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ഗുഡ് സ്റ്റുഡൻസിനെ പറ്റി പറഞ്ഞത്. ഇങ്ങനെയാണ് അവർ ഫോളോ ചെയ്യുന്ന മെത്തേഡ്. ഓക്കെ, പിന്നെ അവർ വീട്ടിൽ വെച്ചായാലും ഇപ്പൊ ടീച്ചർ ക്ലാസ് എടുത്തായാലും വീട്ടിൽ വരുമ്പോഴത്തേക്കും അവർക്ക് മനസ്സിലാവാത്ത ഒന്ന് റിവൈസ് ചെയ്താൽ മതി. അവർക്ക് മെമ്മറിയിലോട്ട് ഓൾറെഡി ഫീഡ് ആയിരിക്കും. സോ ഓട്ടോമാറ്റിക് ആയിട്ട് മെമ്മറിയിൽ ഫീഡ് ആവുമായിരിക്കും അവർക്ക്. ഓക്കെ, അപ്പൊ അതാണ് നമ്മൾ ഈ പറഞ്ഞ ഗുഡ് സ്റ്റുഡൻസിന്റെ ഇതൊക്കെ വരുന്നത്. ഓക്കെ, അപ്പൊ അവര് ഇങ്ങനെയാണ് അവരത് പഠിച്ച് പ്രാക്ടീസ് ചെയ്യുന്നത്. കാരണം ചിലപ്പോൾ മാത്സ് ആയാലും എന്തായാലും ഇപ്പൊ ടീച്ചർ ചെയ്യുന്ന മെത്തേഡ് ഇപ്പൊ നമ്മള് ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ പലരും ശ്രദ്ധിക്കത്തില്ല. ക്ലാസ്സിൽ ശ്രദ്ധ തീരെ കുറവുള്ള കുട്ടികളും ഉണ്ട്. ടീച്ചർ പറയുമ്പോഴത്തേക്കും ഒന്ന് മൈൻഡ് ഡിസ്ട്രാക്ട് ആവാൻ എന്തെങ്കിലും അവർ ഡിസ്ട്രാക്ട് ആവാണ്ട് ടീച്ചർ ക്ലാസ്സിൽ വന്ന് ക്ലാസ് എടുക്കുകയാണെങ്കിൽ അതിലോട്ട്, ഇപ്പൊ ഒരു കഥ പറയുകയാണെങ്കിൽ അവർ ആ കഥയിലോട്ട് തന്നെ മുഴുകിയിരിക്കും. ചുറ്റും നടക്കുന്നൊന്നും അവർ കാണത്തില്ല. അപ്പൊ അവരും ടീച്ചറും ക്ലാസ്സും മാത്രമേ അവരെ ഇതിൽ വരത്തുള്ളൂ. അവരെ ഇമാജിനേഷൻ ചെയ്തൊക്കെ എടുക്കാനായിട്ടും ചില കുട്ടികൾക്ക് പറ്റും.
അപ്പൊ അവരങ്ങനെയാണ് ആ കഥയൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഇപ്പൊ മാത്സ് ആയാലും ടീച്ചർ ബോർഡ് ചെയ്യുമ്പോൾ ടീച്ചർ അത് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള മെത്തേഡ് അവർ മനസ്സിലാക്കി വെക്കും. പിന്നെ അവർക്ക് അത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മറ്റു കുട്ടികൾക്കും പറഞ്ഞു കൊടുക്കാനും പറ്റും. അപ്പൊ അവരങ്ങനെയാണ് ആ രീതിയിൽ ചെയ്യുന്നത്. സോ അപ്പൊ അവിടെ ഈ ഒരു മെത്തേഡ് നിങ്ങളും കൂടി ഫോളോ ചെയ്യുക. ഓക്കെ, എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നമുക്ക് ടോപ്പ് സ്റ്റുഡൻസ് ആവാൻ എല്ലാവർക്കും സാധിക്കും. പക്ഷെ നിങ്ങൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ക്ലാസ്സിൽ നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക. ഇപ്പോൾ ടീച്ചർമാർ ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ മൈൻഡ് ഡിവേർട്ട് ആവാണ്ട് വേറെ ഒരു മൈൻഡിലോട്ട് പോവാണ്ട്, ഇപ്പൊ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നമോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യം വന്നിട്ട് മൈൻഡ് ഡിവേർട്ട് ആവാണ്ട് ടീച്ചർ വന്നു ക്ലാസ്സിൽ വരുമ്പോഴത്തേക്കും നിങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ ടീച്ചർ പറയുന്നതും ടീച്ചർ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നു, ഇപ്പൊ മാത്സ് ആണെങ്കിൽ എങ്ങനെയൊക്കെ ചെയ്യുന്നു, മെത്തേഡ് എങ്ങനെയാണെന്നും അതൊക്കെ നമ്മൾ നീറ്റായിട്ട് മനസ്സിലാക്കി. ഇപ്പോൾ ഒരു മലയാളം ടീച്ചറാണ് വരുന്നെങ്കിൽ എങ്ങനെ കഥ പറയുന്നു, ഇപ്പൊ ഹിന്ദി ആയാലും അതെങ്ങനെ വരുന്നു, എല്ലാം നമ്മൾ നീറ്റായിട്ട് നമ്മൾ അത് ചെറുപ്പം തൊട്ടേ ശീലിക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ തന്നെ ടോപ്പർ ആവാനായിട്ട് പറ്റും. നല്ല ടോപ്പറായി നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. പിന്നെ വീട്ടിൽ വന്ന് നമ്മൾ കഷ്ടപ്പെട്ട് മെനക്കെട്ടിരുന്ന് പഠിക്കാം. നമ്മളെ ശ്രദ്ധ മതി. ആ ശ്രദ്ധിച്ചിരുന്നാൽ തന്നെ നമുക്ക് പിന്നെ അവര് ക്വസ്റ്റ്യന് ആൻസർ ഒക്കെ തരുമ്പോഴത്തേക്കും നമുക്ക് അത് ശ്രദ്ധിച്ചിരിക്കും, നമുക്കൊന്ന് വായിച്ചാൽ തന്നെ മനസ്സിലാവും. അങ്ങനെയാണ്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഫോളോ ചെയ്യുക. ഓക്കെ, ഇത് നിങ്ങൾക്കുള്ള ടിപ്പാണ്. നിങ്ങൾ ഇത് ക്ലാസ്സിൽ ശ്രദ്ധിക്കുക. നല്ലപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ ടോപ്പർ ആവാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഒന്ന് ഫോളോ ചെയ്യുക. ഇതാണ് എല്ലാ സ്റ്റുഡൻസും മിക്ക സ്റ്റുഡൻസും ഇങ്ങനെയാണ് ഫോളോ ചെയ്യുന്നത്. സോ അതുകൊണ്ടാണ് അവർക്ക് ക്ലാസ് ടോപ്പർ ഒക്കെ ആവാനായിട്ട് പറ്റുന്നത്. അപ്പൊ നിങ്ങളും ഇതുപോലെ ശ്രമിക്കുക. ഓക്കെ, സോ അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എൻ്റെ ഒരു ചെറിയൊരു മോട്ടിവേഷണൽ സ്പീച്ചാണ്, ചെറിയൊരു സ്പീച്ചാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇതും ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് ചെയ്യുമ്പോൾ തൊട്ടടുത്തായിട്ട് കുഞ്ഞി ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഇതുപോലെ ഉള്ള സ്പീച്ചസ് ഒക്കെ ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഞാനിപ്പം എൻ്റെ ക്ലാസ്സിലൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. സോ അപ്പം എൻ്റെ ആദ്യത്തെ യൂട്യൂബ് ചാനൽ ഉണ്ടല്ലോ, ഇംഗ്ലീഷ് മാസ്റ്റർ. അപ്പോൾ ആർക്കെങ്കിലും ഇതുപോലെ ഇംഗ്ലീഷ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ കയറി ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കുക. നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റിലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ അത് ക്ലിയർ ചെയ്ത് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് നിങ്ങൾ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, സോ അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും എൻ്റെ അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ, സീ യു.